നമ്മുടെ സമൂഹം കാണാതെ പോകുന്ന ഒരു മഹാസത്യമുണ്ട്. പകൽ വെളിച്ചത്തിൽ മടിയൻ, അലസൻ, വികൃതി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നത് ഒരു അതിശയമായ ജയിലിനുള്ളിലാ. ആ ജയിലിന്റെ പേരെന്താണെന്നറിയോ? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD. ചിലർ വിചാരിക്കുന്നത് ഇത് വെറും കുസൃതിയോ അല്ലെങ്കിൽ മടിയോ ആണെന്നോ. എന്നാൽ സത്യം അതല്ല. എന്താണ് യഥാർത്ഥത്തിൽ ADHD? ഇതൊരു മാനസിക രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യാസമാണിത്. അതായത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. നമ്മുടെ ശ്രദ്ധ നിയന്ത്രിക്കാനും ഒരിടത്ത് അടങ്ങിയിരിക്കാനും സഹായിക്കുന്ന തലച്ചോറിലെ ഡോപ്പമൈൻ പോലെയുള്ള രാസവസ്തുക്കളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിന്റെ പ്രധാന കാരണം. ADHD ഉള്ളവരുടെ ലക്ഷണങ്ങളെ പ്രധാനമായിട്ടും 3 തിരിക്കാം. ഫസ്റ്റ്, ശ്രദ്ധാക്കുറവ്, ഇന്നറ്റൻഷൻ. ഒരു കാര്യത്തിൽ അധികം നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക. നിസ്സാര കാര്യങ്ങൾ പോലും മറന്നുപോകുക. ഉദാഹരണത്തിന് താക്കോൽ എവിടെ വെച്ചൊന്ന് മറക്കുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതുപോലെ തോന്നുക. 2, അമിതമായ ഊർജം, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പ്രയാസം അനുഭവിക്കുക. എപ്പോഴും കൈകാലുകൾ ചലിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അമിതമായി സംസാരിക്കുക. 3, എടുത്തുചാട്ടം, ഇമ്പൾസിവിറ്റി. ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുക. ക്ഷമയോടെ ഒരിടത്ത് കാത്തു നിൽക്കാൻ കഴിയാതെ വരിക. ഓക്കെ, നിത്യജീവിതത്തിൽ ഒരു ADHD വ്യക്തി എങ്ങനെയായിരിക്കും? ചില ഉദാഹരണം നോക്കാട്ടോ. ടൈം ബ്ലൈൻഡ്നെസ്. സമയം പോകുന്നത് ഇവർക്ക് കൃത്യമായി കണക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ഇവർ വൈകി എത്തൂ. അനാലൈസിസ് പാരലിസിസ്. ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്നു പോകും. ഹൈപ്പർ ഫോക്കസ്. താല്പര്യമുള്ള ഒരു കാര്യമാണെങ്കിൽ, ഉദാഹരണത്തിന് ഗെയിമിംഗ് അല്ലെങ്കിൽ വായന, ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ മണിക്കൂറോളം അതിൽ തന്നെ മുഴുകിയിരിക്കും. ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരികയോ ചെയ്യുന്ന അവസ്ഥ. ADHD ഒരു രോഗമല്ല, മറിച്ച് തലച്ചോറ് പ്രവർത്തിക്കുന്ന മറ്റൊരു രീതിയാണ്. കൃത്യമായ കൗൺസിലിങ്ങിലൂടെയും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയിലൂടെയും ഇതിനെ മികച്ച രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു പേഴ്സണൽ റീസൺ വെച്ചുകൊണ്ടാണ്. ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊണ്ടും ഇതൊക്കെ അവഗണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയണത്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അയൽ വീട്ടിൽ ഒരു പെൺകുച്ചുണ്ട്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടി വന്നിട്ട് സ്കൂൾ കഴിഞ്ഞാൽ വരണത് ഞങ്ങളുടെ വീട്ടിലേക്ക്. കാരണം വന്നിട്ട് സാധാരണ അവളുടെ അച്ഛനമ്മയെ വരാൻ വൈകും, അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ വീട്ടിലേക്ക് വരാറുള്ളത്. എന്നിട്ട് എൻ്റെ അമ്മയുടെ കൂടെ കൂടിയിട്ട് ചായ കുടിക്കും, പലഹാരം കഴിക്കും, പിന്നെ ഞങ്ങളുടെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ അന്ന് അവളെ ശ്രദ്ധിച്ചത്, അവൾ ഭയങ്കര എനർജി ആയിരുന്നു. ഓടുക, നടക്കാൻ നിർത്താതെ കളിക്കുക, അതൊരു വല്ലാത്ത ആവേശമായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് അവൾ ചായ കുടിച്ചുകൊണ്ട് വന്ന ആ ഷുഗർ എനർജി ആയിരിക്കുന്ന. പക്ഷെ ഞാൻ ബാൽക്കണിയിൽ നിന്ന് അവളെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് അത് സാധാരണ എനർജി അല്ല. ആ പെൺകുട്ടി ഒട്ടും തളർന്നില്ല. 6-7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയ്ക്ക് എനർജി ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ആദ്യം ഞാനിത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അടുത്ത 2 ദിവസവും ഞാൻ ഇത് തന്നെ ആവർത്തിച്ച് കണ്ടു. പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറയണത് അവൾ ഭയങ്കര കുസൃതിയാണ്. എന്നിട്ട് ഞാൻ അവളുടെ വീട്ടുകാരോട് ചോദിച്ചു, അവരും പറഞ്ഞത് അവൾ നല്ല വികൃതിയാണ്. പക്ഷെ എനിക്കൊരു ചെറിയ സംശയം തോന്നി, കാരണം അവൾ ഒരിക്കലും ഒന്ന് സ്ലോ ആണില്ല. അവൾ എപ്പോൾ നോക്കിയാലും ഹൈപ്പറാണ്. ഞാൻ വിചാരിച്ചു ശരി, ഇനി അവളുടെ കൂടെ കുറച്ചു നേരം കളിച്ചു നോക്കാമെന്ന്. പക്ഷെ നടന്നത് വേറെ ഓപ്പോസിറ്റാ. അവളുടെ പിന്നാലെ ഓടി എൻ്റെ എനർജി ലോസായി. എന്നിട്ട് അവൾ നോക്കിയാൽ അവൾക്ക് ഒരു മാറ്റമില്ല. അപ്പോഴാണ് എനിക്ക് ശരിക്കും സാധനം എന്താണെന്ന് പിടികിട്ടിയത്. ഇതെന്തായാലും കുസൃതിയല്ല, വികൃതിയല്ല എന്ന് എനിക്ക് ക്ലിയർ ആയി.
അവൾക്ക് ഒരുപക്ഷെ ADHD ആയിരിക്കുമോ എന്നൊരു സംശയം എനിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോയി അവളുടെ പാരൻസിനോട് പറഞ്ഞു. അവര് പറഞ്ഞു ഇല്ല അവൾക്കൊരു കുഴപ്പമില്ലല്ലോ, അവര് ഭയങ്കര നോർമലല്ലേ എന്നൊക്കെയാ പറഞ്ഞവര്. എന്നാലും എനിക്ക് ഭയങ്കര സംശയം തോന്നി. എന്നിട്ട് ഞാൻ പാരൻസോട് തന്നെ ചെന്ന് പറഞ്ഞ് എനിക്ക് അവളെ ഒന്ന് ഒബ്സേർവ് ചെയ്യണം, അതുകൊണ്ട് ഇന്ന് ഞാൻ അവളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ദിവസം അവളെ സ്കൂളിൽ കൊണ്ടാക്കി. ക്ലാസ്സിൽ വിട്ടിട്ട് ഞാൻ അവളുടെ ടീച്ചറെ നോക്കാൻ പോയി. ടീച്ചറോട് അവളെ കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താന്ന് പറയാം, അവൾ ഭയങ്കര വികൃതിയാണ്, ഭയങ്കര കുസൃതി കാണിക്കുന്ന കുട്ടിയാണ്. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കും, ചിലപ്പോൾ വെറുതെ കളിച്ചുകൊണ്ട് എന്നെ കറങ്ങി നടക്കും എന്നൊക്കെയാ പറഞ്ഞ ടീച്ചർ. എന്തായാലും ക്ലാസ്സിൽ ഒന്ന് പോയി നോക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ സമ്മതിച്ചു. എന്റെ കൂടെ തന്നെ ടീച്ചർ വന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒന്ന് കണ്ടിട്ട് എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. അവളെ മാത്രം ക്ലാസ്സിൽ ഒറ്റയ്ക്ക് മാറ്റി ഇരുത്തിരിക്കുക. ആ ടീച്ചർക്ക് കൊടുക്കേണ്ടത് ഞാൻ അപ്പൊ തന്നെ വെച്ച് കൊടുത്തു. കാരണം ഒരു സാധാരണ കുട്ടിക്ക് പോലും ഇങ്ങനെ മാറ്റിയിരുത്തി ഭയങ്കര ഒരു സങ്കടം വരും. അപ്പോൾ ഒരു ADHD ഉള്ള കുട്ടിക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യുന്ന അറിയോ. ഞാൻ നേരെ ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾക്ക് TTCയിലും BEdലും ഒക്കെ പഠിപ്പിച്ചത് വെറുതെ തിയറി മാത്രമാണ്, നിങ്ങൾ ക്ലാസ് റൂം മാനേജ്മെന്റോ ഇല്ലെങ്കിൽ ബിഹേവിയർ മാനേജ്മെന്റോ ഇല്ലെങ്കിൽ പെഡഗോജിയോ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേന്ന് ഞാൻ ചോദിച്ചു. കാരണം ഇതൊക്കെ ഇവർ പഠിക്കണതാ. എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലാസ് റൂം ഡൈനാമിക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്ത ടീച്ചർമാർക്ക് പോലും ഒരു കുട്ടിയെ ഇങ്ങനെ മാറ്റി നിർത്തി അവരുടെ മെന്റൽ ഹെൽത്ത് അത് എത്രത്തോളം ബാധിക്കുമെന്ന് അറിയില്ലേന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ ടീച്ചറോട് ഞാൻ പറഞ്ഞു കൊടുത്തു, അവൾക്ക് അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള ADHD ബിഹേവിയർ ഉള്ളതുകൊണ്ട് തന്നെ അത് അവളെ മോശമായിട്ടും ബാധിക്കുന്നു. ഞാൻ ആ ടീച്ചറോട് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് എന്തിനാണ് അവളെ മാറ്റിയിരുത്തിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഓവർ വികൃതിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ നേരിട്ട് പോയി ബാക്കിയുള്ള കുട്ടികളോട് പറഞ്ഞു, അവള് നിങ്ങളുടെ ഫ്രണ്ടാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വേണം കളിക്കാൻ. എന്നിട്ട് ഞാൻ അവളെ കുറച്ച് സമാധാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇത് നോർമൽ ബിഹേവിയർ അല്ല. ഫസ്റ്റ് അവർ പറഞ്ഞു ഇതൊക്കെ കുട്ടികളെ കുസൃതിയൊക്കെ അല്ലേന്ന്. പക്ഷെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു ഇത് നോർമൽ അല്ല, എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ നോക്ക്. ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് വന്നിട്ട് അത് മനസ്സിലായി അവർക്ക്. എന്നിട്ട് അവൾക്ക് ADHD ആണെന്ന് മനസ്സിലായി, അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർ പഠിച്ചു. പക്ഷെ ഇന്ന് നമുക്കിടയിൽ കുറെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എല്ലാവരും വിചാരിക്കണം ഇത് വെറും വികൃതിയാണെന്നാ. ജസ്റ്റ് ഈ ക്ലിപ്സ് ഒന്ന് കണ്ടോക്കൂ. 9-year-old Samantha is always on the go. She acts like she's driven by a motor. It's easy to see how her behaviour can get Sam into trouble at school and make life unbearable at home. Mum Michelle has great... Down. Hop down, please. Okay. vision. She's got no concept of danger, and this causes problems when she's out playing. It's heartbreaking when you can't take the child you love out anywhere, even to playgroup, because he causes so much trouble. Asking Kyle to be reassessed to see what else can be done to control his behaviour, as they're all too aware there's a lot at stake. And what's perceived as normal, like, you know, going to school, sitting at a table for 2-3 hours, is going to be a huge step for him. I have my reservations because he can't do it. He physically cannot sit there as much as he probably would like to or want to. His brain just can't stop for long enough to let him do it. He just needs to keep going. But what's stressing me at the moment is my dishes, but I don't know where to start. We all say this at times, but Chrissy quite literally doesn't know where to start. She's perfectly capable of doing everything that's needed to get the flat tidy, but her brain has difficulty focusing on what's important. She does several things at once and never finishes any one task. Deciding where everything goes, and I'm just deciding if I want that in that corner or if I want it in that corner. Okay. I think that was when we first began really to wonder, well, what is happening? Here's a reasonably intelligent young person who
has great difficulty with school, doesn't want to go. She just didn't seem to want to sit down and concentrate on things for long. When we spoke to her teachers, they indicated that really she was withdrawing. So that seemed to be the sign that she was really unhappy. Space. It's for me, like accepting who I am. I mean, really accepting who I am. And all the jobs I went through, you know, I just Space. really hurt because they just used to make me feel like I was so dumb. You. Yeah. എന്താ വീഡിയോ കണ്ടപ്പോൾ ഇത് പ്രേത സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കില്ല. അല്ല, ഇത് ശരിക്കും കാണിക്കുന്നത്. ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞോണ്ട് ADHD കുട്ടികൾക്ക് മാത്രമേ വരത്തുള്ളൂ എന്ന് വിചാരിക്കില്ലേ. വലിയവർക്കുണ്ട്, വലിയവർക്ക് ADHD കുറേ ആൾക്കാർക്കുണ്ട്. പക്ഷെ മിക്ക ആൾക്കാർക്കും ഈ ഡിസോർഡർ ഉണ്ട് എന്ന് അറിയാത്തവരാ. റിസർച്ചിൽ പറയണത് ADHD ഉള്ളവരുടെ തലച്ചോറിൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് തീരുമാനമെടുക്കൽ, ശ്രദ്ധ, ആസൂത്രണം എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗം, ഇത് പൂർണ്ണമായി വികസിക്കണില്ല, അല്ലെങ്കിൽ കുറഞ്ഞ ഡോപ്പമൈൻ ലഭിക്കുന്നുണ്ട്. ഇത് കുറെ പറയാനുണ്ട്, പക്ഷെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാട്ടാ. ഇത് കുട്ടിക്കാലത്ത് മാത്രമല്ല, അവര് വളർന്ന് ഒരു 60-70% പേരിലൊക്കെ മുതിർന്നതിന് ശേഷം ഇത് തുടരുന്നുണ്ട്. ലോകത്ത് ഏകദേശം 5-7% മുതൽ കുട്ടികളിലും 2.5-4% വരെ മുതിർന്നവരിൽ ADHD ഉണ്ടെന്ന് കണക്കുകളുണ്ട്. പക്ഷെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടാ. പക്ഷെ എത്ര പേർക്ക് ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഈ ടൈംലെസ് ബ്ലൈൻഡ്നെസ് ഇവരെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഭാവി എന്ന ആശയം തന്നെ അവരുടെ മസ്തിഷ്കം, ബ്രെയിൻ വന്നിട്ട് ശരിയായിട്ട് പ്രോസസ് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ഇവര് നാളെ ചെയ്യാം എന്ന് മാറ്റി വെക്കലാണ് പതിവ്. ബില്ലുകൾ, ടാസ്ക്, റിലേഷൻഷിപ്പ്, മെയിൻ്റെനൻസ് എല്ലാം തകരും. ഇവർക്ക് ഏറ്റവും ക്രൂരമായത് റിജക്ഷൻ സെൻസിറ്റീവ് ഡിസ്ഫോറിയ, അതായത് RSD എന്ന് പറയും. അതായത് ഒരു സാധാരണ മനുഷ്യനിക്ക് ഒരു നിസ്സാര വിമർശനമാണെങ്കിൽ ADHD ഉള്ളവർക്ക് അത് തീവ്രമായ മാനസിക വേദന ആയിരിക്കും. അതായത് ഇവർക്ക് ഡോപ്പമൈൻ റിവാർഡ് സിസ്റ്റം തകർന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ അവസ്ഥയെ പല ഡോക്ടർമാരും ആത്മഹത്യ പ്രവണത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ട്രിഗർ എന്നാണ് വിശേഷിക്കുന്നത്. പിന്നെ ഇവർക്ക് നടക്കുന്ന ഇൻഫിനൈറ്റ് ഗിൽറ്റ് ലൂപ്പാ. രാത്രി 2 മണിക്ക് എന്തുകൊണ്ട് ഞാൻ ഇന്നൊന്നും ചെയ്തില്ല എന്ന ചിന്തയിൽ തുടങ്ങി ഞാനൊരു ഭാരമാണ് എന്ന തോന്നലിൽ അവസാനിക്കുന്ന ഒരു ചക്രം. ഈ ഗിൽട്ട് അവരെ ഉറക്കമില്ലാതെ രാത്രികളിലേക്ക്, ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങളിലേക്കും തള്ളിവിടുന്നു, വെറും ശാന്തതയ്ക്ക് വേണ്ടി മാത്രം. ഈ ADHD ഉള്ളവരുടെ വികാരങ്ങൾ ഒരു റോളർ കോസ്റ്റർ പോലെയാ. ഇമോഷണൽ ഡിസ്റെഗുലേഷൻ എന്ന് വിളിക്കുന്ന ഈ അവസ്ഥയിൽ ദേഷ്യം, സന്തോഷം, വിഷമം എന്നിവയൊക്കെ അമിതമായി അനുഭവപ്പെടും. ഒരു നിമിഷം നോക്കി ഭയങ്കര ഹാപ്പി ആയിരിക്കും, അടുത്ത നിമിഷം നോക്കി ഭയങ്കര സാഡ് ആയിരിക്കും. ഒബ്ജക്റ്റ് പെർമനൻസ് പ്രോബ്ലം, ഔട്ട് ഓഫ് സൈറ്റ്, ഔട്ട് ഓഫ് മൈൻഡ്. കണ്ണിൽ നിന്നും മറഞ്ഞ ഫ്രണ്ട്, പങ്കാളി അല്ലെങ്കിൽ ജോലി, അത് മനസ്സിൽ നിന്നും മറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബന്ധങ്ങളെ തകർക്കുന്നു. സമൂഹം ഇവരെ അഹങ്കാരി അല്ലെങ്കിൽ സെൽഫിഷ് എന്നൊക്കെ മുദ്ര കുത്തുമ്പോൾ ഉള്ളിലൊരു ഭയന്ന് കുട്ടി ഒറ്റപ്പെട്ട് നിൽക്കലാണ് ചെയ്യണത്. പുറമേ നിന്ന് കാണുന്നവർക്ക് ഇവർ വെറും വികൃതി കുട്ടികളാണ്. ക്ലാസ്സിൽ ശ്രദ്ധയില്ലാത്ത, സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്ന, റോട്ടിലേക്ക് ഓടുന്നവർ. ഇത് ഇമ്പൾസ് കൺട്രോളിന്റെ അഭാവമാണ്. അതായത് ബ്രെയിനിലെ ബ്രേക്കിംഗ് സിസ്റ്റം തകർന്നതിന്റെ ഫലം ഇത്. ചില കുട്ടികൾ ഹൈപ്പർ ഫോക്കസ് എന്ന സൂപ്പർ പവർ കാണിക്കും. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമായി, എന്തെങ്കിലും കാര്യത്തിൽ ചെറിയ ഇഷ്ടം തോന്നിയാൽ ഒരു ലോകം വന്ന് അവിടെ തന്നെ ഇരിക്കും. അതാണ് ഇവരുടെ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി. ഇതിന് മരുന്ന് വേണോ വേണ്ട എന്നത് വലിയ തർക്കമൊക്കെ. മെത്തൽ പെനഡേറ്റ് അഥവാ റിറ്റലിൻ, ആറ്റമോക്സിറ്റിൻ തുടങ്ങിയ മരുന്നുകൾ പല കുട്ടികളിലും ശ്രദ്ധയും ശാന്തതയും മെച്ചപ്പെടുത്തുന്നു. എന്നാൽ മരുന്നിനോടൊപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതായത് CBT, ലൈഫ് സ്കിൽസ് ട്രെയിനിങ്, ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ് ഹൈജീൻ ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ കുറെ മിത്ത് ആൻഡ് ഫാക്ട്സ് ഉണ്ട്. അതായത് ADHD കുട്ടിക്കാലത്ത് മാത്രം ഉണ്ടാവുന്നു, അല്ല, മുതിർന്നവർക്കുണ്ട്.
പിന്നെ മിത്ത് വന്നിട്ട് മടിയുടെ ലക്ഷണം എന്ന് പറയും. അല്ല, ഇത് ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. ഈ ADHD ഉള്ള പല പ്രശസ്തരുണ്ട്, എന്റർപ്രണർമാരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, സയന്റിസ്റ്റുകളുണ്ട്. അവർ ഈ ലോകത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റിയും ഊർജവും അസാധാരണമാണ് ഇവർക്ക്. അതായത് പറഞ്ഞാൽ സൂപ്പർ പവറാ. നിങ്ങൾ ആരെങ്കിലും ADHD ഉള്ളവരാണെങ്കിൽ ഓർക്കാം, നിങ്ങൾ തകർന്നതല്ല, നിങ്ങൾ വ്യത്യസ്തരാ, ഒരു സൂപ്പർ ഹ്യൂമനാ. നിങ്ങളുടെ തലച്ചോറ് വ്യത്യാസമായി പ്രവർത്തിക്കുന്നു. അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക. ഈ സമൂഹത്തോടെ ഒരു അഭ്യർത്ഥന, അതിശയവേദനകളെ പരിഹസിക്കരുത്. നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും ക്ലാസ്സിലും ഒരു ADHD തലച്ചോറുണ്ടാവാം. ആൻഡ് ചികിത്സ തേടുക എന്നത് ദുർബലമല്ല, അതൊരു ധൈര്യമാണ്. സ്വയം എപ്പോഴും സ്നേഹിക്കാൻ പഠിക്കുക. ലവ് യുവർ സെൽഫ്. റോയ്. ദിസ് വാസ് ജസ്റ്റ് മൈ സ്റ്റുപ്പിഡ് തോട്ട്സ്. ചിലപ്പോൾ വിഡിത്തങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സത്യങ്ങൾ. ബൈ ബൈ. ലവ് യു.